നീറ്റിന് വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ, അതായത് നമ്മൾ മറ്റു കോച്ചിങ്ങുകളിലേക്കൊന്നും പോകുന്നില്ല, സ്വന്തമായിട്ട് നമ്മൾ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മറ്റൊന്നും നോക്കേണ്ടതില്ല, നമ്മളെ സെൽഫ് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഏത് കോൺസെപ്റ്റ് പഠിക്കുകയാണെങ്കിലും അത് നമ്മളിപ്പോൾ ഒരു ലെക്ചർ കേട്ടിട്ടായിരിക്കും അത് പഠിക്കുക, അതല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ ആ കോൺസെപ്റ്റ് വായിക്കുന്ന സമയത്ത് ഇത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മളെ ബ്രെയിനിൽ വരും. പക്ഷെ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ മനസ്സിലായിട്ടുണ്ട് എന്ന് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസെപ്റ്റ് വായിച്ചു കഴിഞ്ഞതിന് ശേഷം, അതല്ലെങ്കിൽ ഒരു ലെക്ചർ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ബുക്ക് അടച്ചു വെച്ചിട്ട് സ്വന്തമായിട്ട് അതൊന്ന് പറഞ്ഞു നോക്കണം, എനിക്കത് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. നമുക്കത് പറയാൻ പറ്റുന്നുണ്ട് എങ്കിൽ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്കത് പറയാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ മീനിങ് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒന്നുകൂടി ബുക്ക് എടുത്ത് പഠിച്ചിട്ട് സ്വന്തമായിട്ട് പറയാൻ പറ്റുന്നത് വരെ ആ കോൺസെപ്റ്റ് പഠിക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് പൂർണ്ണമാവുകയുള്ളൂ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിനെ സൈക്കോളജിയിൽ ഇതിന് വിളിക്കുന്നത് ഇല്യൂഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇല്യൂഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബീറ്റ് ചെയ്യാനുള്ള ടൂള് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തി ആ ടൂൾ ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾ ഇനി പഠിക്കാൻ പറ്റുകയുള്ളൂ.